ഞാൻ പറഞ്ഞ വീട് നിങ്ങൾക്ക് പെട്ടെന്ന് വേണോന്ന് പറഞ്ഞോണ്ടേ ഞാൻ രാവിലെ തന്നെ വന്ന് വൃത്തിയാക്കിയിട്ടുണ്ട്. സംഭവം കൊള്ളാം. ഇവിടെ എന്താ പ്രശ്നമൊക്കെ നടത്തുന്നത് പറഞ്ഞോ? കയറി താമസിക്കാൻ പോകുമ്പോഴാണ് ഇതൊക്കെ അന്വേഷിക്കുന്നത്. ആ കാണുന്ന ഹോൾഡർ കണ്ടോ? ഇതിനു മുമ്പേ ഇവിടെ താമസിച്ച ഒരു കൂട്ടരുണ്ടായിരുന്നു. അയാൾ ആ ബൾബ് ഇടാൻ വായിച്ചപ്പോ പിന്നെ താഴെ വീണു, തല അടിച്ചാ വീണു. ഇവിടുന്ന് ഒരു മനുഷ്യനില്ലാത്തോണ്ട് അവിടെ കിടന്ന് ചത്തുപോയി. അപ്പൊ ഓൾ ദ ബെസ്റ്റ്. ഓ താങ്ക് യു. ഷെയ്ക്കാൻ്റെ അല്ല, അഡ്വാൻസ്. ഓ ഗൂഗിൾ പേ ചെയ്യാം. ഗൂഗിൾ പേ ചെയ്തു. അപ്പൊ വിളിക്കാവേ. പിന്നെ ആ ഹോൾഡറിൽ ബൾബിടാൻ നോക്കണ്ട കേട്ടോ, അത് വിട്ടേക്ക്. ഇലക്ട്രീഷ്യൻ നാളെ എത്തും, ബൾബ് മാറ്റിയിടും, ഉറപ്പായിട്ടും ബൾബ് മാറ്റിയിടും. ആ അളിയോ, ഞാനിങ്ങെത്തി. കറക്റ്റ് സമയത്ത് എത്തി, കുഴപ്പമില്ല. പിന്നെ വന്നപ്പോൾ ആൾക്കാരൊക്കെ ഇച്ചിരി പേടിപ്പിക്കാനൊക്കെ നോക്കി, ആസ് യൂഷ്വൽ. അടുത്ത വട്ടം നമുക്ക് മാനന്തവാടി പോവാം. അവിടെ ആകുമ്പോൾ ആ മലയൊക്കെ കാണാൻ നല്ല രസമാണ്. ഒരുമിച്ച് പോവാ. വൈഫിനെ വിളിച്ചോ. പുതിയ വീട്ടിലോട്ട് വന്നിട്ട് ആദ്യം തന്നെ ശർക്കര പായസം. ഇഷ്ടപ്പെട്ട ശർക്കര പായസം. മധുരമില്ലേ? എന്താ ടേസ്റ്റ് ഇല്ലാത്ത? എപ്പോഴും ഉണ്ടാക്കുന്ന പോലെയാണ് ഉണ്ടാക്കിയത്. എന്തൊന്നും പറയാത്ത? എന്തെങ്കിലും ഒന്ന് പറ. എത്ര നേരം കൂടി ആയിരിക്കും നോക്കിയിരിക്കുക? നീ എന്തെങ്കിലും സംസാരിച്ചുകൂടെ? എന്തെങ്കിലും പറ. സംസാരിക്കുന്നേ ഞാൻ പോണോ. ഇങ്ങനെ പോയി അവിടെ മുഖത്ത് പോയി നോക്കിയിട്ട് ഇതേപോലെ പറയണം. നാളെ നാക്കൊന്നും പഴിച്ചേക്കല്ലേ. അപ്പൊ ശരിക്കും ഇന്നലെ ഒച്ച കേട്ടത് ടി വിക്കകത്തുനിന്നായിരുന്നോ? ആന്ന്. ഇത് നിരീശ്വരവാദിയായി ഞാൻ പിന്നെ എന്തിനാ അറിയണം? പിന്നെ ആ ബൾബ് മാറ്റിയിടാൻ നോക്കണ്ട കേട്ടോ. അതെപ്പോ മാറ്റിയിടാൻ നോക്കിയാലും ഇങ്ങനെ ഫ്യൂസ് ആയിക്കൊണ്ടേയിരിക്കും. പക്ഷേ അല്ലാനിവിടെ നല്ല വെട്ടതാ, പിന്നെ എന്തിനാ മാറ്റിയിടുന്നേ? അതാ നല്ലത്. പിന്നെ ആ ബൾബിന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോണം കേട്ടോ. അത് ഇടാൻ പോകണ്ട, ഫ്യൂസ് ആവും. ശരി. താൻ പറയുന്ന വെച്ച് നോക്കുവാണെങ്കിൽ പേടിക്കാൻ വേണ്ടി ഒന്നുമില്ല. അല്ല, ഞാൻ പറഞ്ഞില്ലയോ അത് തന്റെ തോന്നലായിരിക്കോടോ. തോന്നലല്ല. താൻ ഈ പറയുന്നത് ശരിയാണെങ്കിൽ ആ പ്രേതം തന്നോട് എന്തോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. താൻ ഉണ്ടാക്കിയില്ല ആ പായസം മാത്രമല്ലേ പന്നലായി പോയിട്ടുള്ളൂ. ചിലപ്പം ആ പ്രേതത്തിന് ഒന്നെങ്കിൽ ഇഷ്ടം ആ പായസമായിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്റെ കൈ കയറി പിടിച്ചോ. താൻ തന്റെ പ്രേമത്തെ കുറിച്ച് പറഞ്ഞപ്പോ അല്ലേ കൈ കയറി പിടിച്ചത്. അപ്പൊ പുള്ളിക്കും അതുപോലെ എന്തെങ്കിലും കാണും. അപ്പൊ ഡോക്ടർ പറഞ്ഞ എന്തുവാ? അയാൾ എന്നോട് എന്തെങ്കിലും പറയാൻ വേണ്ടി ശ്രമിക്കുവാണെന്നോ? അതെ, അതിന് താനാണ് ട്രൈ ചെയ്യേണ്ടത്. നമുക്കേ നാളെ ഒന്ന് മീറ്റ് ചെയ്താലോ? ഞാൻ എന്തായാലും കാണാം. ഗ്യാസിന്റെ സ്മെല്ല്. ഇടി, ഞാൻ വിളിക്കാവേ. അപ്പൊ അയാൾ എന്നെ അപായപ്പെടുത്താനല്ല നോക്കുന്നത്, സഹായിക്കാൻ വേണ്ടി നോക്കുന്നത്. ഡയറി 2024. ഒറ്റയ്ക്കാണ് ഞാൻ ഈ വീട്ടിൽ വന്നു കയറിയെങ്കിലും ഇവിടെ ആരൊക്കെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസം അതെനിക്കുണ്ട്. ഇനി വേണം അയൽക്കാരെയൊക്കെ ഒന്ന് പരിചയപ്പെടാൻ. അതിനു മുമ്പ് അവളെ ഒന്ന് വിളിക്കണം. 2024 മാർച്ച് 7-ാം തീയതി ഞാൻ അവളെ കാണുവാൻ വേണ്ടി പോയി. പതിവ് പോലെ ഇന്നും അവൾ വന്നില്ല. പക്ഷെ അനാഥനായി എനിക്ക് എല്ലാവരും ഉണ്ടെന്നുള്ളൊരു ആത്മവിശ്വാസം എന്നും അവൾ ഫോണിൽ കൂടെ തന്നുകൊണ്ടേയിരുന്നു. അവൾക്ക് കോളേജിൽ ഫീസ് കൊടുക്കാൻ വേണ്ടി സമയമായി. എൻ്റെ ബൈക്ക് വാങ്ങാൻ വെച്ച പൈസ ഞാൻ അതിനു വേണ്ടി കൊടുത്തു. അവൾക്ക് വളരെ സന്തോഷമായി. അവൾ എന്നെ ഇത്രയധികം സ്നേഹിക്കുമ്പോൾ അവൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ അവളെ സഹായിക്കണ്ടേ? നാളെ ഞങ്ങൾ ഒന്നാകാൻ പോകുന്നവരല്ലേ. ജോലി ചെയ്ത് കിട്ടിയ ശമ്പളം കൊണ്ട് സ്വരുക്കൂട്ടിയ ചിട്ടിപ്പൈസ ഇന്ന് കിട്ടി. ഒന്നും നോക്കിയില്ല, ഞാൻ അവൾക്കൊരു നല്ല കമ്മൽ വാങ്ങി നൽകി. അടുത്തല്ലാത്തത് കൊണ്ട് തന്നെ കൊറിയർ ചെയ്താണ് കമ്മൽ കൊടുത്തത്. കയ്യിൽ കിട്ടിയപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായി. ഞങ്ങൾ ഇതുവരെ കാണാഞ്ഞിട്ട് ഇന്നേക്ക് 322 ദിവസമാകുന്നു. എന്നാലും ഇതിൻ്റെ ലാസ്റ്റ് എന്തെങ്കിലും 2 ദിവസമായിട്ട് വിളിച്ചിട്ട് അവളെ കിട്ടുന്നില്ല. അല്ല ഏട്ടാ, ഇത്
ശരണ്യയുടെ നമ്പരാ. തന്നോടല്ലേ പറഞ്ഞ ശരണ്യയുടെ നമ്പർ ഒന്നും അല്ലത്. പിന്നെ ഫുള്ള് ബ്ലാങ്കാ. ഹലോ, ഇത് മാർത്തോമ ഹോസ്റ്റലല്ലേ? ആ മാർത്തമ ഹോസ്പിറ്റലാണ് സാർ. സാറേ, ശരണ്യക്ക് ഒന്ന് കൊടുക്കുമോ? ഏത് ശരണ്യ? തേർഡ് ഇയർ പിന്നെ നേഴ്സിംഗ് പഠിക്കുന്ന ശരണ്യ. തേർഡ് ഇയർ നേഴ്സിംഗ് ശരണ്യ. അങ്ങനെ ഒരാൾ ഇവിടെ ഇല്ലല്ലോ ഹോസ്റ്റലില്. അയ്യോ, അവിടെ തന്നെ പഠിക്കുന്നേ. സാർ ഒന്ന് നോക്കിയാട്ടെ. ഇല്ല, ഞാൻ ഇവിടുത്തെ വാർഡനാണ്. അങ്ങനെ തേർഡ് ഇയർ പഠിക്കുന്ന ഇവിടെ ശരണ്യ എന്ന് പറഞ്ഞ ആരും ഇല്ല. ആളിയ, ഞാൻ നിന്റെ കയ്യിൽ ഒരു കൊറിയർ തന്നില്ലായിരുന്നോ? കൊറിയ വന്നായിരുന്നു. അത് നീ സേലത്തല്ലേ കൊണ്ട് കൊടുത്തേ? ആ, ശേലത്ത് കൊണ്ട് കൊടുത്തേ. അത് ആരായിരുന്നു വാങ്ങിച്ചേ? ഒരു പയ്യനാണ് വാങ്ങിച്ചത്. പയ്യനോ? ആ, ഇത്രയും പറ്റിക്കണ്ട. എന്നാലും എന്റെ മനസ്സ് പറയും. ഇയാളെ ആരോ പറ്റിച്ചിട്ടുണ്ട്, അത് ഉറപ്പാണ്. അപ്പം ഇയാൾക്ക് അറിയേണ്ടതും അത് തന്നെയായിരിക്കും. ഇനി ആരായാലും, അത് അവനായാലും അവളായാലും കണ്ടുപിടിച്ചിട്ട് ബ്രോക്കറേട്ടാ, ഇതിനു മുമ്പ് ഇവിടെ താമസിച്ച ആ പുള്ളി ഉണ്ടല്ലോ, പുള്ളിയുടെ നമ്പർ കയ്യിലുണ്ടോ? നമ്പർ കിട്ടി, ജിയോ നമ്പരാ. ശരി ശരി ശരി. എൻ്റെ ജോലിയോ? ഞാൻ ജിയോയുടെ ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പേര് കിട്ടി, അവിനാശ്. പക്ഷെ അവൻ്റെ സ്ഥലം മൂവാറ്റുപുഴയാണല്ലോ. പിന്നെ അവൻ എന്തിനാ സേലത്ത് പോയത്? അവൻ തമിഴ്നാട്ടിൽ പഠിക്കുവാണെങ്കിലും മാർത്തോമ നേഴ്സിംഗ് കോളേജ് സ്റ്റുഡൻറ്റ്. അതുകൊണ്ടായിരിക്കണമല്ലോ എല്ലാ കൊറിയറും അങ്ങോട്ട് തന്നെ പോയത്. ഇവൻ്റെ പേര് വെച്ചെടുത്ത സിമ്മൊക്കെ നോക്കട്ടെ. നമ്മുടെ കുടുംബാമലത്തിലെ വാർഷികമായിരുന്നു ഈ വരുന്ന 10-ാം തീയതി. വരണം. കുറ്റങ്ങളങ്ങനെ വന്നേക്കാം കേട്ടോ. അല്ല, ചോദിക്കാൻ പറഞ്ഞു എന്താ പരിപാടി? ഓ, ഞാൻ ചെറിയ അഡ്മിഷൻ ഒക്കെ ആയിട്ട് ഇങ്ങനെയൊക്കെ പോകുന്നു. എവിടുന്നാ മെയിനായിട്ട്? അത് സേലമുണ്ട്, ബാംഗ്ലൂരുണ്ട്, മൈസൂരുണ്ട്. എന്റെ ഭയത്തിൽ എല്ലാവരും കയറി പോകുന്നുണ്ട്. നമുക്ക് ചെറിയ ചെറിയ ക്ലൈൻസിനെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ കുഴപ്പമില്ലാതെ തട്ടിമുട്ടിയൊക്കെ പോകുന്നു. എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ സെറ്റാക്കി തരാം. അല്ല, അവിനാശ് എന്ന് പേരുള്ള ആർക്കെങ്കിലും അഡ്മിഷൻ എടുത്തു? പിന്നെ അറിയാവുന്നോ, എന്റെ കൂട്ടുകാരൻ തന്നെയല്ലോ അവൻ. പിന്നെ നമ്മൾ ഇവിടുത്തെ മരിച്ചു മറ്റേ സുഭാഷണയില്ലായിരുന്നു, പുള്ളിയോട്ട് ഭയങ്കര കമ്മിയായിരുന്നു. അവൻ ഇവിടെ ഒരു മാസത്തോളം ഉണ്ടായിരുന്നു. ഇപ്പൊ അവൻ സേലത്തൊക്കെ ഉണ്ടാ. ഇപ്പൊ പറഞ്ഞാലേ സദ്യക്കെട്ടങ്ങ് വന്നേക്കണം. ഓ ശരി. അപ്പൊ അങ്ങനാണ് കാര്യങ്ങൾ. സുഭാഷിന്റെ ബലഹീനത മനസ്സിലാക്കി പൈസ തട്ടിയതാണ്. അപ്പൊ എങ്ങനെയാ അവനെ നമുക്കിങ്ങനെ വരുത്തിയാലോ? ആരായിരുന്നു? ചേട്ടനല്ലയോ സേലത്തുനിന്ന് ഒരു പാഴ്സൽ ബുക്ക് ചെയ്ത്? എത്ര രൂപ ആണെങ്കിലും കുഴപ്പമില്ല, എത്രയും പെട്ടെന്ന് എത്തിക്കണം എന്ന് പറഞ്ഞ. മനുവിനോട് ഞാൻ തന്നെ പറഞ്ഞ പാഴ്സൽ കൊണ്ടുവന്നോ? എന്നാ പിന്നെ അതൊന്നും എടുത്ത് അതൊന്ന് വെച്ചേക്കാവോ? അല്ല, അതിനെന്താ ചേട്ടാ, ഞാൻ എടുത്തു വെക്കാം. പറഞ്ഞതിനെക്കാട്ടിലും പൈസ ഇച്ചിരി കൂടുതലായിട്ടുണ്ട് കേട്ടോ. കുഴപ്പമില്ലല്ലോ. ഏയ്, എന്ത് കുഴപ്പം? അതൊന്ന് വെച്ചേക്ക്. നീ ഈ ഫോട്ടോ ഒക്കെ മോർഫ് ചെയ്തിട്ട് ആർക്ക് അയച്ചു കൊടുക്കുന്നത്? നീ ആരോടും പറയല്ല. നമ്മുടെ നാട്ടിലൊരു ചേട്ടനുണ്ട്, പുള്ളി ഒന്ന് നൈസായിട്ട് പറ്റിക്കുന്ന. അപ്പൊ സ്ഥിരം പൈസ ഉടായ്പ നമ്പറാണല്ലേ? നടക്കട്ടെ നടക്കട്ടെ. ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായി.